കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ പോക്കറ്റ് ബോക്സ് ആണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ പോക്കറ്റ് ബോക്സ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. എന്നാൽ ശരി, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. അതിൻ്റെ ചിക്കൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈരായിട്ടിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ കട്ട തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് തൈര് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ടിട്ട് ആ വെള്ളം എല്ലാം വാർന്നിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ ഈ ഗരം മസാലയുടെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി, പിന്നെ 1 പച്ചമുളക് കൂടി. ഇപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇനി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 പച്ചമുളക് കൂടി ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. നമുക്ക് ഒരല്പം മല്ലിയില. ഇനി ചിക്കൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആവുന്ന ടൈം കൊണ്ടിട്ട് നമുക്ക് കുറച്ച് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറിയ മുട്ട ആയതിൻ്റെ പേരിലാണ് ഞാൻ 3 എടുത്തത്. ഇച്ചിരി വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 1/4 ടീസ്പൂൺ ഉണ്ടാവില്ല. ഇതിപ്പോൾ കാണുന്നുണ്ടോ, 1/4 ടീസ്പൂണേക്കാളും കുറച്ചുകൂടി കുറവാണ്. ഇപ്പോൾ 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുറവ്. അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഒരല്പം മുളക് പൊടി കൂടി. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ഓംലെറ്റുകൾ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഓംലെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. വലിയ ഷേപ്പ് ഒന്നും വേണമെന്നില്ല ഇതിന്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കാം. ഇതുപോലെ നമ്മുടെ എല്ലാ ഓംലെറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിലും താഴെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ വന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ പേരിൽ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. നമ്മളിപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഫുള്ളും വരുന്നുണ്ട്. അത് വന്നിട്ട് നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളമുള്ളതാണ്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വെന്തിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ചിക്കനും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പോക്കറ്റ് ബോക്സ് തയ്യാറാക്കാനുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാനുള്ള ഷീറ്റ് മാത്രമാണ് വേണ്ടത്. വളരെ സിമ്പിളാണ്. 1 കപ്പ് മൈദാമാവ്, കൂടെ തന്നെ ആവശ്യത്തിന് ഒരല്പം ഉപ്പ്.
ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. ഇത് ഫസ്റ്റിലേ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം കൊണ്ടിട്ട് ഇത് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് നല്ല ചടപടേന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കില്ലേ, അതുപോലെ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അത്രയും മാവിൽ നിന്ന് എനിക്ക് ഇത്രയും ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവിലൊന്ന് റോൾ ചെയ്തിട്ട് ഇത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിക്ക് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ ഓംലേറ്റും വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ചിക്കൻ ഫില്ലിങ്ങും വെക്കാം. ഇപ്പോൾ ചിക്കൻ മിക്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്കിത് ഓരോ ചെറിയ ബോക്സ് ആക്കിയിട്ട് മടക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഓംലേറ്റും നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവും ഏകദേശം ഒരല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ നമ്മൾ ഇത് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ബോക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഇത് ഒട്ടി പിടിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇത് ബോക്സിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് നമ്മളിത് മാറ്റിയെടുക്കണം. ഇതുപോലെ ഓരോ ബോക്സും നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ പോക്കറ്റ് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഫില്ലിംഗ് എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുള്ളതാണ്. പക്ഷേ ഈ പുറത്ത് വെച്ചിട്ടുള്ള ഷീറ്റ് കുക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വേണം 2 സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ നമ്മുടെ ചിക്കൻ പോക്കറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ പോക്കറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.